ഇപ്പൊ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ് ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊല്ലുക. അതേപോലെ തന്നെ ഭാര്യയുടെ ശല്യം സഹിക്കവയ്യാതെ അല്ലെങ്കിൽ ഉപദ്രവം സഹിക്കവയ്യാതെ ഭർത്താവ് ജീവൻ ഒടുക്കുക. ഇപ്പോഴത്തെ 2 വാർത്ത വന്നിരിക്കുന്നു. നല്ല പുതിയ കത്തിയൊക്കെ വാങ്ങിയിട്ടാണ്, അതും 2 കത്തി വാങ്ങിയിട്ടാണ് ഭർത്താവ് എത്രയോ മാസങ്ങളോ കുറെ ആയിട്ട് തെറ്റിപ്പിരിഞ്ഞ് അവളുടെ സ്വന്തം വീട്ടിൽ നിൽക്കുന്ന ഭാര്യയെ വഴിയിൽ വെച്ചിട്ട് കുത്തിക്കൊന്നിരിക്കുക. എന്തൊരു പൊട്ടനാ ഇവനൊക്കെ. അങ്ങനെ ജീവിതത്തിൽ ഒരുമിച്ച് പോകാൻ കഴിയാത്ത ഒരു സ്ത്രീയെ കുത്തിക്കൊന്നിട്ട് എന്ത് കാര്യ? അതിന്റെ അപ്പുറത്താ മറ്റൊരു ഭർത്താവ് ഭാര്യയുടെ ശല്യം സഹിക്കവയ്യാതെ ഭയങ്കര പ്രശ്നത്ര ഭാര്യ സാമ്പത്തികമായിട്ട് ചൂഷണം ഉണ്ടായിരിക്കും. എന്നിട്ട് അതിന് ആ പൊട്ടം പോയിട്ട് ജീവൻ ഒടുക്കിയിരിക്കുക. ഈ വാർത്തയൊക്കെ കാണുമ്പോൾ തന്നെ ഇവരൊക്കെ ഇത്രയും കാലത്തെ ജീവിതത്തിന്റെ എക്സ്പീരിയൻസിൽ എന്ത് നേടിയെടുത്തവരാ? വിവാഹം നമ്മളൊക്കെ കഴിക്കുന്നവരാ. കഴിച്ച വിവാഹം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എങ്കിൽ എന്തിനാ ഭർത്താവിനോട് വിരോധം? എന്തിനാ ഭാര്യയോട് വെറുപ്പ്? എന്തിനാ ഭാര്യയെ ശത്രുവായി കാണുന്നത്? അവളെ ജീവിത മാർഗം കണ്ടെത്തട്ടെ, എന്നിട്ട് അവൾക്ക് പറ്റുന്ന ഒരാളുമായിട്ട് ജീവിച്ചോട്ടെ. നമ്മൾ മാന്യമായിട്ട് ഒഴിവാക്കി കൊടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞു തീർക്കാനുണ്ടെങ്കിൽ തീർക്കുക. അതല്ലാതെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ ഇടങ്ങറായി കത്തി വാങ്ങിക്കൊടുത്ത് അവളെ കുത്തി ജയിലിൽ കിടന്നിട്ട് എന്ത് ഊളത്തരാണ് ഈ കാട്ടിക്കൂട്ടുന്നത്? കഴിഞ്ഞ നോമ്പ് സമയത്ത് ഒരുത്തൻ ഇതുപോലെ തന്നെ ഒരു ഭാര്യയെ വന്നിട്ട് കത്തിയിട്ട് കുത്തിയിട്ട് കൊന്നിട്ടൊപ്പം ജയിലിൽ കിടക്കുന്നുണ്ട്. എന്ത് നേടുന്നു? മക്കളുണ്ടെങ്കിൽ ആ മക്കൾക്ക് ഉമ്മയില്ലാതെയാകുന്നു, ഉപ്പയില്ലാതാകുന്നു അല്ലേ? നമ്മൾ പോയിട്ട് ആ ഒരു സ്ത്രീയെ വധിക്കുന്ന സമയത്ത് ആ മക്കൾക്ക് അമ്മയില്ല, ഇവൻ ജയിലിലും. ഈ മക്കളെ ഇങ്ങനെ അനാഥാക്കിയിട്ട് അച്ഛനും അമ്മ ആരെങ്കിലും ഒരാളെ അവരെ കൂടെ ഉണ്ടാവട്ടെ, ആരെങ്കിലും കൂടെ നിൽക്കട്ടെ. സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യുന്ന ഭാര്യയാണെങ്കിൽ അതിന് കേസും കാര്യങ്ങളും കൊടുത്തിട്ട് ഇത്ര പൈസ, അങ്ങനെ കുറെ ഫാമിലികളുണ്ട്, ഇഷ്ടംപോലെ ഫാമിലികളുണ്ട്. വിവാഹശേഷം ഭർത്താക്കന്മാരെ ചൂഷണം ചെയ്യുന്ന ഭാര്യയുടെ അമ്മമാര് ഒരു നാണും ഇത് ഉളുപ്പില്ലാത്ത ഫാമിലിയാണ്. അവരങ്ങനെയാണ്. അവർ പലപ്പോഴും ആ രീതിയിലാണ് ജീവിച്ചിട്ടുള്ളത്, മറ്റുള്ളവരെ മണിയടിച്ചിട്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഇതുപോലുള്ള പല രീതിയിൽ നമ്മളെ ഫോളോ ചെയ്യും, അതുപോലെ തന്നെ ബുദ്ധിമുട്ടും. അത് തിരിച്ചറിഞ്ഞാൽ മാന്യമായിട്ട് സ്വന്തം പ്രതികരിക്കാൻ കഴിവില്ലെങ്കിൽ നാട്ടിൽ പ്രതികരിക്കാൻ കഴിയുന്ന ആണുങ്ങളുണ്ട്. അതല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള നേതാക്കന്മാരൊക്കെ ഉണ്ട്. അവരോട് പറഞ്ഞിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നല്ലാതെ സ്വന്തം ജീവിതം അവസാനിപ്പിച്ചിട്ട് ഇത്രയും കാലം വളർത്തിയുണ്ടാക്കിയ മാതാപിതാക്കൾക്ക് സങ്കടങ്ങൾ നൽകുന്ന ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇതൊക്കെ തിരിച്ചറിവിന്റെ വലിയൊരു കുറവാണ്, വലിയൊരു വിപത്താണ്. ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഇതിനൊക്കെ ഫോളോ ചെയ്യാൻ ഇതേപോലെ അന്തമില്ലാത്ത കുറെ ആളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് എൻ്റെ പൊന്നു സഹോദരന്മാരെ, ഒന്ന് പോയ 10 അപ്പുറത്ത് കാത്തിരിക്കുക. നിങ്ങൾ എന്തിനീ പോയ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഇടങ്ങറായിട്ട് കുത്തിക്കൊല്ലാനൊക്കെ പോണത്? അയ്യയ്യേ, നല്ല ചെലവും കൊടുത്തിട്ട് അവളെ പിരിച്ചു വിടണ്ടേ? അതല്ലേ ഒരു സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാല്. അത് എന്ത് പ്രശ്നമാണെങ്കിലും അവൾ അങ്ങനെ സ്വയം പോവാൻ തയ്യാറായി ജീവിക്കാൻ പറ്റണില്ല. പിന്നെ എന്തിനാണ് അവളെ കൊല്ലാൻ പോണത്? എന്ത് കാര്യമുണ്ട്? എന്ത് ഗുണം നിങ്ങൾക്ക് അതുകൊണ്ടുള്ളത്? ഒരു കാര്യമില്ലല്ലോ. ചില ആളുകൾ പറയാറുണ്ട്, എങ്ങനെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് എല്ലാവർക്കും എൻ്റെ വക ബിരിയാണി ഉണ്ട്, അല്ലെങ്കിൽ അവൾക്ക് എന്താ വേണ്ടിച്ച കൊടുക്കാൻ, ഒന്നുകൊണ്ട് പോയാൽ മതിയായെന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ പറയുന്ന ആഗ്രഹമുള്ള ഒരുപാട് ആളുകൾ ജീവിച്ചിരിക്കുമ്പോഴാണ് സ്വമേധയാൽ പോയ ഭാര്യയെ 1-2 വർഷങ്ങൾക്ക് ശേഷം അവൾ ജോലിക്കൊക്കെ പോകുമ്പോൾ പിന്നാലെ പിന്തുടർന്ന് കുത്തിക്കൊല്ലുന്ന നിങ്ങളൊക്കെ പൊട്ടന്മാരെന്ന് പറയാൻ പറ്റില്ല, പോയത്തക്കാരെന്ന് പറയാൻ പറ്റൂല, ഏറ്റവും വലിയ മൊയന്തന്മാരെന്ന് പറയണം. കാരണം എന്ത് കാര്യം? അതുകൊണ്ട് ഒന്നാമത്തെ സ്നേഹം പിടിച്ചു വലിച്ചു മേടിക്കാനുള്ളതല്ലല്ലോ. സ്നേഹം എന്നുള്ളത് ഭീഷണിപ്പെടുത്തി മേടിക്കാനുള്ളതാ? അങ്ങനെയൊന്നുമല്ല. അതൊക്കെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണ, ഒരു അംഗീകാരം, അങ്ങനെയൊക്കെ സ്വമേധയാൽ തോന്നിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മനസ്സിന്റെ, ശരീരത്തിന്റെ, ആത്മാവിന്റെ ഒന്നിച്ചുള്ള ഒരു യാത്രയാണ് യഥാർത്ഥ സ്നേഹം, പ്രണയം എന്നൊക്കെ പറയുന്നത്. അതല്ലാതെ ഭീഷണിപ്പെടുത്തി ദേഷ്യം പിടിപ്പിച്ചിട്ട് അല്ലെങ്കിൽ കൊട്ടേഷൻ കൊടുത്തിട്ട് അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് പോകുമ്പോൾ അവിടെ എത്രയോ വാർത്തകൾ. ഇന്നാളൊരു ലേഡി അതുപോലെ ജോലി സ്ഥലത്ത് പോയിട്ടാണ് അവൻ കുത്തിക്കൊന്നത്. എന്ത് കാര്യമുണ്ട്? എന്താണ് അതുകൊണ്ട് കിട്ടുന്ന ഒരു ഉപകാരം? എന്തെങ്കിലും ഒരു ഉപകാരം വേണ്ടേ? അവൾ പിടഞ്ഞു വീഴുന്നത് കാണാനുള്ള ഒരു ആഗ്രഹമോ? മനുഷ്യത്വമില്ലാത്ത മൃഗത്തെ പോലും അധപ്പതിപ്പിക്കുന്ന ഒരു മനസ്സ് വളർത്തിയെടുത്ത് നടന്നത് ഏറ്റവും വലിയ ഒരു മൂഢത്തരമാണത്. അപ്പൊ കുറച്ചെങ്കിലും അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഭാര്യയുമായി പ്രശ്നങ്ങളുണ്ട്, ഭാര്യ അല്ലെങ്കിൽ വേറെ ഒരാളെ പ്രണയിക്കുന്നു, അല്ലെങ്കിൽ വേറെ ഒരാളായിട്ട് ഇപ്പൊ വീട്ടിൽ നിന്ന് തെറ്റിപ്പോയിട്ടുള്ളൂ 3 മാസമായി, ഇപ്പൊ ഞാൻ അന്വേഷിക്കുമ്പോൾ അവൾ വേറെ ആരോടോ പ്രേമുണ്ട്, പ്രണയമുണ്ട്, അതുകൊണ്ടാണ് പോയത്. ചെങ്ങായി പൊയ്ക്കോട്ടെ, ഒഴിവാക്കി കൊടുക്ക്. ജീവിതകാലം മുഴുവൻ അവളെ കൂടെ കൊണ്ടു നടക്കാന്ന് ആരോടും ഈ പറഞ്ഞിട്ടില്ല. എന്ത് നിക്കാഹാണെങ്കിലും, എന്ത് കരാറാണെങ്കിലും, എന്ത് എൻഗേജ്മെന്റ് ആണെങ്കിലും, എന്ത് വിവാഹത്തിന്റെ ഏർപ്പാടാണെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകണില്ലെങ്കിൽ അപ്പോ ഒഴിവാക്കി കൊടുക്കണം, അഴിച്ചു വിട്ട് കൊടുക്കണം. അവള് മറ്റൊരുത്തന്റെ പിന്നാലെ നടക്കേ ജീവിക്കേ നീ അങ്ങ് ഒഴിവാക്കി കൊടുത്തേക്ക്.
ഇഷ്ടംപോലെ ചാൻസുകൾ നമുക്കിവിടെ ഇല്ലേ? അതല്ലാതെ അവളുടെ പിന്നാലെ നടന്ന് അവളെ കുത്തിക്കൊലപ്പെടുത്തി, അവളെ ഭീഷണിപ്പെടുത്തി, അല്ലെങ്കിൽ അവളുടെ കാലം അടിച്ചു മുറിച്ച് എന്താണ് കിട്ടുന്നത്? ഒന്നുമില്ല, ഒന്നും കിട്ടുന്നില്ല. മനസ്സമാധാനമാണ് വലുത്. അവൾക്ക് യാതൊരു രീതിയിലും നിന്നെ പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ നീ വെച്ചിട്ട് ആ വണ്ടി ഇങ്ങനെ ആക്സിഡന്റ് കൂട്ടിയിട്ട് പുക പാറിച്ച് മുന്നോട്ട് കൊണ്ടുപോകണ്ട, അതങ്ങ് വിറ്റ് ഒഴിവാക്കിയേക്ക്. എന്നിട്ട് ചെറിയൊരു ബൈക്കെങ്കിലും കയ്യിലെടുക്ക്. അല്ലെങ്കിൽ ഒരു പക്ഷേ നല്ല അടിപൊളി വണ്ടി, ഓട്ടോറിക്ഷ പോയാൽ ചിലപ്പോൾ നല്ല അടിപൊളി ബെൻസ് കാറൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഏത് രീതിയിൽ ഇപ്പൊ ഈ 2 വാർത്ത നോക്കും. ഒന്ന് ഭാര്യയെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ദാമ്പത്യ ജീവിതം അനുഭവിച്ച് തെറ്റിപ്പിരിഞ്ഞ് അതിനുശേഷം അവൻ പുതിയ കത്തിയൊക്കെ വാങ്ങിയിട്ട് കുത്തിക്കൊന്നിരിക്കുന്നു. മറ്റൊരു വാർത്തയിൽ കാണുന്നത് എന്താണ്? സ്വന്തം ഭാര്യയുടെ പീഡനം സഹിക്കവയ്യാതെ ഭർത്താവ് ആത്മഹത്യ ചെയ്തിരിക്കുക. ഇവരൊന്നും ശരിക്കും ആണുങ്ങളെന്ന് പറയാൻ പറ്റില്ല. ആണുങ്ങളെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ ആണുങ്ങളാണ്. കാരണം ഒരു സ്ത്രീ കൂടെ ജീവിക്കുമ്പോൾ അവൾക്ക് യാതൊരു രീതിയിലും നമ്മളോട് താല്പര്യമില്ല, അംഗീകാരമില്ല, അനുസരണയില്ല, മുന്നോട്ട് പോകാൻ പറ്റൂല എങ്കിൽ ഒരു മനുഷ്യകോലം നമ്മളോട് കൂടെ റൂമിലുണ്ടായിട്ടോ വീട്ടിലുണ്ടായിട്ടോ എന്ത് കാര്യമുള്ളത്? അറപ്പും വെറുപ്പും അല്ലേ? നമ്മളൊരു ക്ലോസറ്റിന്റെ അടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ചത്ത് കെടുക്കുന്നതിന്റെ അടുത്ത് നിൽക്കുന്നതിനേക്കാൾ ദുർഗന്ധമായിരിക്കും അവർക്ക് നമ്മളെ അല്ലെങ്കിൽ നമുക്ക് അവരെ. എന്നിട്ട് എന്ത് കാര്യം അതുകൊണ്ടുള്ളത്? പരസ്പര സ്നേഹവും അംഗീകാരവും താല്പര്യവും ഇല്ല എങ്കിൽ ഏത് ജീവിതവും മടുക്കുന്നതാണ്. അപ്പൊ ആ മടുപ്പുണ്ട് എങ്കിൽ അവിടെ തല്ലുകൂടാനോ ആത്മഹത്യ ചെയ്യാനോ കൊല്ലാനോ കത്തിക്കാനോ ഒന്നും നിൽക്കണ്ട. തൽക്കാലം അവരുടെ ദൃഷ്ടിയിൽ നിന്നൊന്നും മാറിയിട്ട് റിലാക്സ് ചെയ്തിട്ട് നല്ലൊരാളോട് അഭിപ്രായം ചോദിക്കുക. സ്വന്തം ജീവൻ വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക. ജീവിതവും വളരെ വാല്യൂ ഉള്ളതാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾക്കൊരു പ്രാധാന്യം കൊടുക്കുക. തെറ്റിപ്പോയ ഭാര്യയ്ക്കല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇതാണ് നമ്മുടെ പ്രശ്നം. അതാണ് നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ തടിയല്ല നമ്മൾ കാക്കുക. നമ്മുടെ നേരെ മുന്നിലുള്ള പ്രശ്നം, ആ പ്രശ്നത്തിൽ വെച്ച് തല പുകഞ്ഞ് ആകെ അസ്വസ്ഥമായി വെറുപ്പുണ്ടാക്കി ദേഷ്യം ഉണ്ടാക്കി ഇങ്ങോട്ടാക്കി ആകെ ചളിയിൽ ചവിട്ടിയ പോലെ ചാടത്തി ചവിട്ടിയ പോലെ അല്ലെങ്കിൽ വല്ല കട്ടത്തി ചവിട്ടിയ പോലെ നടക്കുക. എന്ത് കാര്യമുള്ളത്? അതൊക്കെ പറയാം. ഞാൻ ക്ലിനിക്കിൽ വരുന്ന ബഹുഭൂരിപക്ഷ ആളുകളോടും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റൂലേ? നല്ല രീതിയിൽ പിരിയുക. അതാണ് മക്കൾക്കുള്ള ഏറ്റവും നല്ല മാതൃക. അതല്ലാതെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിച്ച് ശണ്ട കൂടി ഒച്ചമുളി വീട്ടി ബഹളം കൂടിയിട്ട് അങ്ങനെ ജീവിക്കുമ്പോൾ ആ മക്കൾക്ക്, നമ്മുടെ മക്കളുണ്ടെങ്കിൽ മക്കൾക്ക് എന്ത് മാതൃകയുള്ളത്? രണ്ടുപേരും 2 ഭാഗത്തായിട്ടുണ്ടെങ്കിൽ ഒരാളുടെ കൂടെ നിൽക്കുമ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. 2 കൈ കൂട്ടിയടിക്കുമ്പോഴല്ലേ വിഷയങ്ങളുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇനിയുള്ള കാലങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒന്നിനും ആർക്കൊരു ഉറപ്പും പറയാനോ അല്ലെങ്കിൽ ഒരാളും ഒരു കാര്യത്തിൽ വിശ്വസിച്ചിരിക്കാനോ ഒന്നും കഴിയാത്ത വല്ലാത്തൊരു ലോകമാണ്, വല്ലാത്തൊരു ജീവിതമാണ്, വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പൊ ആ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ തൻ്റെ ഇടത്തോട് കൂടിയിട്ട് എപ്പോഴും ഒരു പുതിയ ലൈഫ്, നാളെ നേരം വെളുത്ത് എനിക്ക് പുതിയ ലൈഫാന്ന് മനസ്സിലാക്കണം. ഒരു പക്ഷേ കൂടെ കിടന്നിരുന്ന ഭർത്താവ് പോലും നാളെ നേരം വെളുത്ത ഉണ്ടാവില്ല. ഒന്നല്ലേ മരിച്ചു പോയിട്ടുണ്ടാവും, ചിലപ്പോൾ വേറെ ആരെങ്കിലും പിന്നാലെ പോയിട്ടുണ്ടാവില്ല, അവന്റെ മനസ്സ് മാറിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നേരം പുലർന്ന് നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ഭാര്യ ഒന്നും ഉണ്ടാവില്ല, അവള് വേറെ ആരെയും പിന്നാലെ പോയിട്ടുണ്ടാവും. ഇന്നത്തെ കാലം അങ്ങനെയാണ്. നമ്മൾ കാണുന്നതല്ലേ, കേൾക്കുന്നതല്ലേ, അറിയുന്നതല്ലേ, ഓരോ പത്രത്തിലും മാധ്യമങ്ങളിലായിട്ടും ന്യൂസ് ചാനലുകളിലൊക്കെ ആയിട്ട്. പിന്നെന്താ നമുക്കിത് ഇത്രയില്ലാത്ത പുത്തിരിയായി തോന്നാനുള്ളത്? അപ്പൊ ഓരോ ദിവസവും പുലരുമ്പോൾ പുതിയ ജീവിതമാണ്. ആ ഒരു പുതിയ ജീവിതത്തിൽ കൂടെ ഉള്ളവരുണ്ടെങ്കിൽ കൂടെ ഉണ്ടായിരിക്കും. അതല്ല അവർക്ക് നമ്മളെ വേണ്ടാതെ അവര് ചാടിപ്പോയിട്ട് ഓടിപ്പോയിട്ട് അല്ലെങ്കിൽ ഇറങ്ങിപ്പോയിട്ടോ ഉണ്ടെങ്കിൽ ബസ്സിന് പൈസ അവിടെ എടുത്ത് വെച്ചു കൊടുക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. ഒരു മനസ്സമാധാനമുള്ള ജീവിതമാണ് തിരഞ്ഞെടുക്കേണ്ടത്. അല്ലാതെ ഈ അസ്വസ്ഥത നിറഞ്ഞ് വെറുപ്പും ദേഷ്യം വെച്ചിട്ട് 2 പേര് ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറഞ്ഞ് കൂടെ ജീവിച്ചിട്ട് എന്തൊട്ട നേടാനാ, എന്തൊലക്ക നേടാനാ? ഒരു ഒലക്ക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് ഒരു ഉപകാരം ഇല്ലാതെ എന്തെങ്കിലും പറയുമ്പോൾ എന്തൊലക്കയാണ് ചോദിക്കൂട്ടോ. അതൊരു മോശം വേടല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് നേടാനാണ് അല്ലെങ്കിൽ എന്താ പറയാ, ഊളത്തരം, അതിന്റെ അപ്പുറം ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ പ്രിയ സുഹൃത്തുക്കളും സ്നേഹിതന്മാരോട്, എൻ്റെ സഹോദരന്മാരോട് പറയാനുള്ളത്, അങ്ങനെ പോകുന്നുവെങ്കിൽ പോട്ടടാ, 1 പോയാൽ 10 എണ്ണം കിട്ടും. പോയതിനേക്കാൾ നല്ലത് കച്ചവടമാവും ഇൻഷാ അല്ലാഹ്. എൻ്റെ സഹോദരിമാരോടും പറയാനുള്ളത്, അങ്ങനെ ഒരുത്തൻ നിങ്ങളെ വഞ്ചിച്ച് അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ ഒരു പ്രാധാന്യം തരാതെ, ഒരു അംഗീകാരം തരാതെ, ഒരു ഭർത്താവാണെന്നുള്ള ഒരു പരിഗണന പോലും നിങ്ങൾക്ക് അവനിൽ നിന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ടോക്സിക് ആയിട്ട് ആ പുരുഷന്റെ പിറകെ തന്നെ അടിയും കുത്തും തെറിയും കെട്ടും നടക്കുന്നത്? എന്നിട്ട് അതിന്റെ പേരിൽ 2 കുടുംബങ്ങൾ തമ്മിൽ തല്ലുണ്ടാവുന്നു. എന്നിട്ട് അവിടെ ആ കുടുംബക്കാർ തമ്മിൽ പ്രശ്നങ്ങളായിട്ട് അതിന്റെ പേരിൽ ഓരോ കച്ചറുണ്ടായിട്ട് തല്ലും വർത്താനായിട്ട് സ്റ്റേഷനിലേക്ക് കയറി ഇറങ്ങേണ്ടി വരുന്നു. മരണം വരെ സംഭവിക്കുന്നു. പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യവും അക്രമവും അതുപോലെ തന്നെ ദേഷ്യമൊക്കെ വെച്ചിട്ട് വല്ല കാര്യമുണ്ടാ? ഒരു കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് ഭയങ്കര കോമഡിയാ. പിന്നെ അതിന്റെ ഇടയിലാണ് ഇപ്പോൾ ഒരു സീരിയസ് സീനായിട്ട് വരുന്നത്. കല്യാണം തന്നെ കോമഡിയാന്ന് എല്ലാവരും പറയുന്നത് ഇപ്പോൾ. ഇപ്പൊ അങ്ങനെയാണ്, അങ്ങനെ ആയി മാറിയിട്ടുണ്ട്. ഇപ്പൊ പെണ്ണും കൂടുതൽ ജീവിക്കാനാ പെണ്ണിന് താല്പര്യം എന്ന് പറഞ്ഞത്. പെൺകുട്ടികൾക്ക് ആണുങ്ങളെ താല്പര്യം ഇല്ലാതായിരിക്കുന്നു. കുറേ കുട്ടികൾ
നമ്മുടെ അടുത്ത് വരാണ്ട് ക്ലിനിക്കിൽ വരാണ്ട് സാറേ എനിക്ക് വിവാഹം വേണ്ട, ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഞങ്ങൾക്ക് നല്ല കമ്പനി, ഒരു കുഴപ്പമില്ല, അവൾക്ക് എന്നെ മനസ്സിലാകുന്നുണ്ട്, എനിക്ക് അവളെ മനസ്സിലാകുന്നുണ്ട്, വിവാഹം കഴിഞ്ഞ് ഡിവോഴ്സ് ആയ കുട്ടികൾ പരസ്പരം പ്രണയിച്ച് ജീവിക്കുന്നവരുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ അവസ്ഥ. പൊന്നുമക്കളെ, നമ്മളതിന് സപ്പോർട്ട് ചെയ്യണമെന്നില്ല. എന്താണെങ്കിലും കോമഡി എന്ന് പറയുന്ന രീതിയിലാണ് പലപ്പോഴും പല ദാമ്പത്യം എന്നാൽ വളരെ റാഹത്തായി സന്തോഷമായിട്ട് നല്ല മാന്യമായിട്ട് ജീവിക്കുന്ന ഒരുപാട് ഫാമിലി ഉണ്ട് കേട്ടോ. അതൊന്നും കോമഡി അല്ല. ഇനി അവരെല്ലാവരും കൂടിയിട്ട് ഇങ്ങോട്ട് ഒച്ചമുളി കൂട്ടി വരണ്ട. പക്ഷെ ഒരു കോമഡിയായി ജീവിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ നമുക്ക് തന്നെ തിരിച്ചറിയത് എന്ത് കാര്യം അതുകൊണ്ട്. പല കുട്ടികളും പറയും എന്തപ്പ സാറേ, എന്തിനാ അങ്ങനെ ഒരു കല്യാണം, എന്തിനാ അങ്ങനെ ഒരു ദാമ്പത്യം. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു കോമഡി സീനിൽ പിന്നെ എന്തിനാ എത്രയോ വലിയ സീരിയസ് ആയിട്ട് കത്തിമടകളൊക്കെ വാങ്ങിയിട്ട് പെട്രോളൊക്കെ വാങ്ങിയിട്ട് കച്ചറ ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പൊ അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓരോ വാർത്തകൾ നമുക്ക് മുമ്പിൽ വരുമ്പോൾ അതിൽ നിന്നൊരു തിരിച്ചറിവ് നേടുക. എല്ലാവരും എല്ലാ സമയത്തും മാറ്റങ്ങൾക്ക് വിധേയമാകുമെന്ന് ഉറക്കെ മനസ്സിനോട് പറയുക. നാളെയുടെ പുലരി പുതിയൊരു ജീവിതമായിരിക്കാം. പല രീതിയിൽ, പലപ്പോഴും, എങ്ങനെ, ഏത് രീതിയിലും അത്രയൊക്കെ പറയാനുള്ളൂ. ഒത്തിരി സ്നേഹത്തോടു കൂടി റസാൻ നിസാമി.